2023 എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായിരുന്നു. വളരെ ചെറിയ ക്യാൻവാസിൽ ഒരുങ്ങി വളരെ ലോ ഹൈപ്പിൽ വന്ന ഒരുപാട് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ ചരിത്ര വിജയങ്ങൾ കൊയ്ത വർഷമായിരുന്നു 2023. അതേസമയം ലോക സിനിമയ്ക്ക് മുന്നിൽ ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയ ഒരുപാട് മലയാള സിനിമയും ഉണ്ടായ ഒരു വർഷം കൂടി ആകുന്നുണ്ട്. ചില അപ്രതീക്ഷിത പരാജയങ്ങളും ഈ ഒരു വർഷം നമ്മൾ കാണുകയുണ്ടായിരുന്നു. സിനിമയാണ്, ഇതൊക്കെ സഹജമാണ്, ഇതൊക്കെ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ ഒരു നടനെയും നിർമ്മാതാവിനെയും താരത്തിനെയും സംബന്ധിച്ചിടത്തോളം 2023 അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനാകില്ല. പറഞ്ഞു വരുന്നത് ദ ഗ്രേറ്റ് മമ്മൂട്ടിയെ കുറിച്ചാണ്. അദ്ദേഹത്തിലെ നടനെയും നിർമ്മാതാവിനെയും താരത്തിനെയും ഒരുപോലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വർഷം കൂടിയായിരുന്നു ഈ കഴിഞ്ഞു പോയത്. കാരണം അദ്ദേഹത്തിൻ്റെതായ പുറത്തു വരുന്ന 4 ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4-ൽ 3 നിർമ്മാതാവ് അദ്ദേഹം തന്നെയായിരുന്നു. ഇതെല്ലാം ബോക്സ് ഓഫീസിലും അല്ലാതെയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ദുൽഖർ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം ശരിക്കും ഇപ്പോൾ സിനിമ എൻജോയ് ചെയ്യുകയാണെന്ന്. ശരിക്കും മമ്മൂട്ടി കമ്പനിയും സിനിമ എൻജോയ് ചെയ്യുകയാണ്. പുത്തൻ കഥ പറച്ചിലുകളിലൂടെ, പുത്തൻ കഥാ രീതികളിലൂടെ, പുത്തൻ സംവിധായക എഴുത്തുകാരിലൂടെ ആ വാക്കുകൾ സത്യമാകും. മമ്മൂട്ടി എന്നൊരു നടൻ പല സിനിമകൾക്കും നിർമ്മാണ പങ്കാളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ചിത്രം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മുകളിലാണ് മമ്മൂട്ടി കമ്പനി വഴി ഒരുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. 2021 ലിജോ ജോസ് പല്ലിശ്ശേരി മമ്മൂട്ടി കോമ്പിനേഷൻ ആദ്യമായി ഒന്നിക്കുന്ന നൻപകൽ നേരത്തെ മയക്കത്തിന് അനൗൺസ്മെന്റ് സംഭവിക്കുന്നത്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തെ മയക്കം എന്നാണ് ആദ്യത്തെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത്. പിന്നീട് ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും വലിയ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ചിത്രം 2 സ്റ്റേറ്റ് അവാർഡ് അടക്കം ലഭിക്കുകയുണ്ടായിരുന്നു. പലവിധ കാറ്റഗറിയിൽ രീതിയിലാണ് ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടത്. മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയത്തിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. 2 ഭാഷകളിലായിട്ടാണ് പ്രധാനമായിട്ടും ചിത്രം ഒരുങ്ങിയത്. ഇതിനിടയിൽ തന്നെയാണ് കെട്ടിയോളാൻ്റെ മാലാഖ സംവിധാനം ചെയ്ത നിസാം ബഷീറുമായിട്ട് മമ്മൂട്ടി ഒരു ചിത്രത്തിന് വേണ്ടി കൈകൊടുക്കുന്നു എന്നുള്ള ഒരു റൂമടങ്ങും വാർത്തകളൊക്കെ ശക്തമാകുന്നത് പിന്നീട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരിക്കും അതെന്നും, മമ്മൂട്ടി ഇതുവരെ കരിയറിൽ ചെയ്യാത്ത ഒരു തരത്തിലുള്ള വേഷം അദ്ദേഹം അതിലൂടെ ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ സത്യമായിരുന്നു. റൊഷാക്ക് ബോക്സ് ഓഫീസിലും അല്ലാതെയും ചരിത്ര വിജയമാണ് 2022 പോയിരുന്നത്. റൊഷാക്കിൻ്റെ ഒക്കെ ഒരു ഇടയിൽ തന്നെയാണ് ജിയോ ബേബി മമ്മൂട്ടി സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ ശക്തമാകുന്നത്. ചിത്രം ഈ റൂമർ വന്നപ്പോൾ തൊട്ടേ വളരെയധികം ആകാംക്ഷയോട് കൂടെ തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കാത്തിരുന്നത്. കാരണം ജിയോ ബേബിയെ പോലൊരു സംവിധായകൻ മമ്മൂട്ടി എന്നൊരു നടനെയും താരത്തെയും എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും വളരെ അധികമായിരുന്നു. കാതലിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കണ്ണൂർ സ്ക്വാഡിൻ്റെ അനൗൺസ്മെൻറ്റും വരുന്നത്. അദ്ദേഹം വീണ്ടും കരിയറിലൊരു പോലീസ് വേഷത്തിൽ എത്തുന്നുവെന്നും വീണ്ടും ഒരു പുതിയ പ്രമേയത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ ശക്തമായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ 3ാമത്തെ ചിത്രമായിട്ടും ഈ വർഷത്തെ 3ാമത്തെ ചിത്രമായിട്ടാണ് കണ്ണൂർ സ്ക്വാഡ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വളരെ ചെറിയ ഹൈപ്പോട് കൂടെ വന്ന ചിത്രത്തിന് ആദ്യ ഷോ അവസാനിച്ചപ്പോൾ മുതൽ ആരാധകർ കണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയെന്ന് പറയേണ്ടി വരും. ചിത്രത്തിന് അതിഗംഭീര റിപ്പോർട്ടാണ് ആദ്യ ഷോ അവസാനിച്ചപ്പോൾ മുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിലും വലിയ രീതിയിൽ സ്വീകാര്യത നേടി. 2023 ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങളിലൊന്നായിട്ട് കണ്ണൂർ സ്ക്വാഡ് മാറുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങളിലൊന്നായിട്ട് കണ്ണൂർ സ്ക്വാഡിനെ പരിഗണിക്കാവുന്നതാണ്. അതിനുശേഷമാണ് കാതലെത്തുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 4ാമത്തെ ചിത്രം, മമ്മൂട്ടിയുടെ ഈ വർഷത്തെ 4ാമത്തെ ചിത്രം, ജിയോ ബേബി മമ്മൂട്ടി കോമ്പിനേഷൻ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ സംവിധായകൻ മമ്മൂട്ടിയുമായി ഒന്നിക്കുന്നു. സ്ക്രീനിൽ ജ്യോതിക മമ്മൂട്ടി കോമ്പിനേഷൻ ആദ്യമായി കാണാം എന്നിങ്ങനെ ഒരുപാട് ഫാക്ടറുകളാണ് കാതൽ കാണാൻ വേണ്ടി ഒരു പക്ഷേ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചതെങ്കിൽ ചിത്രത്തിന് കുറച്ച് ദിവസം മുമ്പ് വന്ന ചില സിനോപ്സിസ് ലീക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം വളരെയധികം അമ്പരപ്പോടു കൂടിയാണ് ചിത്രത്തെ നോക്കിക്കണ്ടതെന്ന് പറയാം. കാരണം കാതൽ ചർച്ച ചെയ്ത വിഷയം അത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നു. മമ്മൂട്ടി എന്നൊരു നടൻ്റെ സൂപ്പർ സ്റ്റാറത്തെ റീഡിഫൈൻ ചെയ്യാൻ കാതലിലൂടെ സാധിക്കുകയും ചെയ്തു. മാത്രമല്ല ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അതുവരെ കാണാത്തൊരു പ്രത്യേക ഒരു സിനിമാ അനുഭവം കാതലിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുകയും ചെയ്തു.
ചിത്രത്തിനെ കുറിച്ച് ആദ്യമായി ഏവരും കേട്ടത് ഇങ്ങനെയാണ്, അതായത് മമ്മൂട്ടിയുടെ ധൈര്യം അപാരമാണ്, സമ്മതിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ ആ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലാണ് കാതൽ പ്രേക്ഷകർ സ്വീകരിച്ചത്. ബോക്സ് ഓഫീസിലും കാതൽ വലിയ രീതിയിലുള്ള വിജയം നേടുകയും ചെയ്തു. 2023 മറ്റൊരു വിജയം കൂടിയാണ് മമ്മൂട്ടിക്ക് ഈ സിനിമയിലൂടെ ലഭിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാതലിലെ ചരിത്ര വിജയം എന്ന് നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. കാരണം മമ്മൂട്ടി കമ്പനി ഒരു ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പായി നടത്തുന്ന പ്രൊമോഷൻ വർക്കുകൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക്, പോസ്റ്ററുകൾ, സ്റ്റില്ലുകൾ, ട്രെയിലറുകൾ, ടീസറുകൾ, പാട്ടുകൾ, ആർട്ടിസ്റ്റുകളുടെ ഇൻ്റർവ്യൂകൾ, അതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ ഐഡിയ തന്നെയാണ് മമ്മൂട്ടി കമ്പനിയെ ഏറ്റവും കൂടുതൽ മറ്റ് പ്രൊഡക്ഷൻ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായങ്ങൾ. ഒരുപക്ഷെ ഈ സിനിമകളൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നതിലും ഈ ഒരു ഫാക്ടറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചിത്രം എങ്ങനെയായിരിക്കണം, എങ്ങനെ റിലീസ് ചെയ്യണം, എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നൊക്കെ വ്യക്തമായ ധാരണ തന്നെയാണ് ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലും തെറ്റില്ല. 2023 അവസാനിക്കുമ്പോഴും 2024 ഒരുപിടി മികച്ച പ്രതീക്ഷകൾ തന്നെയാണ് മമ്മൂട്ടി എന്നൊരു നടനും നിർമ്മാതാവും താരവും ഒക്കെ തരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂട്ടി വൈശാഖ് കോമ്പിനേഷനിൽ ഒന്നിക്കുന്ന, മിഥുൻ മാനുവൽ തോമസ് രചിക്കുന്ന ടർബോയ്ക്ക് വേണ്ടി തന്നെയാണ്. ആക്ഷൻ എൻ്റർടൈനർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഒരുങ്ങുന്നത്. ആ ഒരു മാസ് കോംബോ വീണ്ടും സ്ക്രീനിൽ ഒന്നിക്കുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടി എന്നൊരു നടൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ പിറന്നിട്ടുള്ള ഒരു ജോണർ കൂടിയാണ് ഒരു ആക്ഷൻ എൻ്റർടൈനർ. അപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സിനിമ വരുമ്പോൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് പ്രേക്ഷകർ ആ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക. വീണ്ടും മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് ഒരു പുതുമുഖ സംവിധായകനെ ബസൂക്കയിലൂടെ നൽകുകയാണ്. ഒരു മൊത്തത്തിൽ ആ സിനിമ ഒരുങ്ങുന്ന പശ്ചാത്തലവും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ബസൂക്കയും വെച്ച് പോകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഭൂതകാലം ഒരുക്കിയ രാഹുൽ സദാശിവനുമായിട്ട് മമ്മൂട്ടി ഒന്നിക്കുന്ന ബ്രഹ്മയുഗം കാത്തിരിക്കാനും ആരാധകർ ഏറെയാണ്. അർജുൻ അശോകൻ മമ്മൂട്ടി കോമ്പിനേഷനിൽ ഒന്നിക്കുന്ന ചിത്രം അധികം വൈകാതെ റിലീസിനെത്തുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. ഒരു ഹൊറർ അല്ലെങ്കിൽ അത്തരമൊരു ഷെയ്ഡിലെത്തുന്ന വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത് തന്നെയാണ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ ചർച്ചയാടത്തോളം ഈ അടുത്ത കാലത്ത് ഒരു ഫസ്റ്റ് ലുക്കും മലയാളത്തിലെ ചർച്ചയായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. മമ്മൂക്ക കാതൽ പ്രൊമോഷന് വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കാകെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ സാലറി മാത്രമാണ്, അത് കോംപ്രമൈസ് ചെയ്താൽ എനിക്ക് മികച്ച സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഈ ഒരു തീരുമാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കമ്പനിയും സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു വ്യത്യസ്തരമായിട്ടുള്ള വഴിയിലൂടെ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പുതിയ സിനിമ അനുഭവം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹത്തിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന അത്രയും തന്നെ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയും എക്സൈറ്റഡ് ആണ്. കാരണം ഇനിയും അദ്ദേഹത്തിന് അഭിനയത്തോടുള്ള ഭയങ്കര പ്രണയവും ആർത്തിമത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. ഇനിയും മമ്മൂട്ടിയുടെ വർഷങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് തെളിയിച്ച വർഷം കൂടിയാണ് 2023. ഒരു കണക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയും സിനിമ ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടേണ്ടതിനെ വേറെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നു എന്ന് തെളിയിച്ച വർഷമാകുന്നു ഇത്. 2024 അത്തരം ഒരു വർഷമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു മമ്മൂട്ടി ചിത്രമുണ്ടെങ്കിൽ, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമസ്കാരം.